ഹലോ രാവണപ്രഭു ഉസ്താദ്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന റിലീസ് ഏത്? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. വലിയ റിപ്പീറ്റ് വാല്യൂ പഴയകാല മോഹൻലാൽ ചിത്രങ്ങളുടെ വലിയ സവിശേഷതയാണ്. കാണുന്നവരെ ഒട്ടും മടുപ്പിക്കാത്ത, വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു മാജിക് മോഹൻലാൽ ചിത്രങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ റിലീസുകൾ ആവർത്തിച്ച് ഹിറ്റടിക്കുന്നതും ഇതിന് തെളിവാണ്. 18 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്ത ഛോട്ടാ മുംബൈക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. റിലീസ് ചെയ്ത 2 ദിവസം കൊണ്ട് ചിത്രം നേടിയത് 1.02 കോടിയാണ്. പഴയകാല മോഹൻലാൽ ചിത്രങ്ങളിൽ ഏത് സിനിമ വീണ്ടും റിലീസ് ചെയ്യണമെന്ന്, തിയേറ്ററിൽ കാണണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? 1999 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഉസ്താദ്. രഞ്ജിത്ത് എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ വ്യത്യസ്ത വേഷപ്പകർച്ച കാണാം. സഹോദരിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഏട്ടൻ പരമേശ്വരന് ആരും അറിയാത്ത ഒരു അധോലോക പരിവേഷം കൂടിയുണ്ട്. കുടുംബത്തിൽ നിന്നും പരമേശ്വരൻ എന്ന ഈ രഹസ്യം മറച്ചുവെക്കുന്നു. പരമേശ്വരന്റെയും അധോലോക നായകനായ ഉസ്താദിന്റെയും കഥയാണ് ചിത്രം പറയുന്നത്. ദിവ്യ ഉണ്ണിയാണ് മോഹൻലാലിന്റെ സഹോദരിയായി വേഷമിട്ടത്. ഇരുവരും തമ്മിലുള്ള വൈകാരിക രംഗങ്ങളും ഇന്നും പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്നതാണ്. മോഹൻലാലിന്റെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ഇന്നും ആരാധകരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമയാണ് ഉസ്താദ്. തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കാനാകാതെ പോയ സിനിമയാണ് ഇത്. അടുത്തത് നരസിംഹം. 2000 പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ മോഹൻലാൽ ചിത്രമാണ് നരസിംഹം. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു നരസിംഹം. 100 ദിവസത്തിലധികം സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞാടി. 22 കോടിയായിരുന്നു ചിത്രത്തിന്റെ അക്കാലത്തെ കളക്ഷൻ. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ആണ് ചിത്രം സംവിധാനം ചെയ്തത്. പൂവള്ളി ഇന്ദുചൂടൻ എന്ന ശക്തനായ കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത്. കിടിലൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും മോഹൻലാലിന്റെ തീപ്പൊരി ഡയലോഗ് കൊണ്ടും സമ്പന്നമാണ് ഈ ചിത്രം. മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോൾ ചിത്രത്തിൽ ഇന്നും ആരാധകർ ആവേശമാണ്. രാജമണിയാണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം നൽകിയത്. രാവണപ്രഭു 1993 പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രം ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായാണ് 2001 രാവണപ്രഭു എത്തിയത്. രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ ആക്ഷൻ ത്രില്ലറായാണ് സിനിമ എത്തിയത്. മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേയന്റെ കഥയാണ് രാവണപ്രഭു പറയുന്നത്. നീലനായും കാർത്തികേയനായും മോഹൻലാൽ ഡബിൾ റോളിൽ വിസ്മയിപ്പിച്ച ചിത്രം കൂടിയാണ് രാവണപ്രഭു. ചിത്രത്തിലെ വൈകാരിക രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളും പ്രേക്ഷകർക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. മംഗലശ്ശേരി നീലകണ്ഠനായുള്ള മോഹൻലാലിന്റെ വേഷപ്പകർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. ചിത്രത്തിലെ ഗാനങ്ങളും ഇന്നും ഏറെ പേർക്ക് പ്രിയപ്പെട്ടതാണ്. ചന്ദ്രോത്സവം. മോഹൻലാൽ നായകനായ എവർഗ്രീൻ റൊമാന്റിക് ചിത്രമാണ് ചന്ദ്രോത്സവം. നഷ്ടപ്രണയത്തിന്റെ വേദന അതിന്റെ തീവ്രതയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ രഞ്ജിത്തിന്റെ എഴുത്തിനും മോഹൻലാലിന്റെ അഭിനയത്തിനും കഴിഞ്ഞു എന്നതാണ് ചന്ദ്രോത്സവത്തെ ഇന്നും പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ നിർത്തുന്നത്. ചിറക്കൽ ശ്രീഹരിയായി മോഹൻലാൽ പ്രേക്ഷകരുടെ കണ്ണ് നിറച്ചപ്പോൾ നടി മീന ഇന്ദുലേഖയായി പ്രേക്ഷകരുടെ ഉള്ളു തൊട്ടു. രഞ്ജിത്തിന്റെ ക്ലാസിക് ഡയലോഗുകൾ മോഹൻലാലിന്റെ ശബ്ദഭാവവിന്യാസത്തോടൊപ്പം ചേർന്നപ്പോൾ പ്രേക്ഷകർക്ക് ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ചേർന്നൊരുക്കിയ ഗാനങ്ങളും എവർഗ്രീൻ ഹിറ്റുകളായി മാറിയിരിക്കുന്നു. തിയേറ്ററിൽ പരാജയം ഏറ്റുവാങ്ങിയ സിനിമ കൂടിയാണ് ഇത്. 2005 ചന്ദ്രോത്സവം റിലീസ് ചെയ്തത്. ദാമർ സിനിമാസിന്റെ ബാനറിൽ സന്തോഷ് ദാമോദറാണ് ചിത്രം നിർമ്മിച്ചത്. അടുത്തത് നരൻ. ജോഷിയുടെ സംവിധാനത്തിൽ മുള്ളൻകൊല്ലി വേലായുധനായി മോഹൻലാൽ തിളങ്ങിയ ചിത്രമാണ് നരൻ. 2005 ചിത്രം പുറത്തിറങ്ങിയത്. മുള്ളൻകൊല്ലി എന്ന ഗ്രാമത്തിലെ ചട്ടമ്പിയായാണ് മോഹൻലാൽ വേഷമിടുന്നത്. സിനിമയിലെ വെള്ളപ്പൊക്കവും രംഗങ്ങളും മോഹൻലാലിന്റെ സാഹസികത നിറഞ്ഞ രംഗങ്ങളും ഏതു മലയാള സിനിമ പ്രേക്ഷകന്റെയും മനസ്സിൽ ഇന്നുമുണ്ടാകും. കൈതപ്രത്തിന്റെയും ദീപക് ദേവിന്റെയും കൂട്ടുകെട്ടിൽ നല്ല ഒരുപിടി ഗാനങ്ങളും ചിത്രത്തിലുണ്ട്. സിനിമയിലെ വേൽമുരുക എന്ന ഗാനം ഇന്നും ഹിറ്റായി തുടരുന്ന പാർട്ടി മൂഡ് സോങ് ആണ്. ഔസേപ്പച്ചന്റെ പശ്ചാത്തല സംഗീതവും സിനിമയുടെ മാറ്റുകൂട്ടുന്നു. ഹലോ. റാഫി മെക്കാർട്ടിൻ തിരക്കഥയിൽ മോഹൻലാലിന്റെ വ്യത്യസ്ത ഭാവാഭിനയം കൊണ്ട് കണ്ട ചിത്രമാണ് ഹലോ. റാഫി മെക്കാർട്ടിനാണ് ചിത്രത്തിന്റെ സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. മുഴുനീള കോമഡി ചിത്രമായ ഹലോ റൊമാന്റിക് ക്ലൈമാക്സ് അടുക്കുമ്പോൾ ത്രില്ലർ സ്വഭാവത്തിലേക്കും കടക്കുന്നുണ്ട്. മോഹൻലാലിന്റെ നർമ്മരംഗങ്ങളാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും കണ്ടു ചിരിക്കാവുന്ന നർമ്മരംഗങ്ങളാണ് മോഹൻലാൽ ജഗതി കോംബോയിൽ റാഫി മെക്കാർട്ടിൻ ഒരുക്കിയിരിക്കുന്നത്. പാർവതി മിൽട്ടനാണ് ചിത്രത്തിലെ നായിക. സിദ്ദിഖ്, ഗണേഷ് കുമാർ, മധു, ജഗദീഷ്, സൈജു കുറുപ്പ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.